ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ലിൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കാന നിർമ്മിക്കുന്നതിനായി റോഡ് പൊളിച്ചത് ജനത്തെ ദുരിതത്തിലാക്കുന്നു. അഞ്ചാങ്കല്ലിൽ നിന്നും പുളിക്കക്കടവ് പാലം വഴി മുല്ലശ്ശേരി, പാവറട്ടി, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന നിരവധി ആളുകളെയാണ് ഗതാഗത നിയന്ത്രണം ബാധിക്കുന്നത്. നിരവധി ആളുകൾ പ്രതിദിനം യാത്ര ചെയ്യുന്ന ഈ റോഡിലേക്കുള്ള പ്രവേശന ഭാഗം രണ്ടാഴ്ചയായി പൊളിച്ചിട്ട നിലയിലാണ്. സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതിനാൽ നിരവധി വാഹനങ്ങൾ ഇവിടെ എത്തിയാണ് മടങ്ങിപ്പോകുന്നത്. കേവലം 2 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാവുന്ന റോഡ് രണ്ടാഴ്ചയോളം അടച്ചിട്ട നടപടി അധികൃതരുടെ അലംഭാവമാണെന്നും എത്രയും വേഗം കാന നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാൻ നാഷണൽ ഹൈവേയും നിർമ്മാണ കമ്പനിയും നടപടി സ്വീകരിക്കണമെന്നും DCC അംഗം ഇർഷാദ് കെ ചേറ്റുവ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ അഞ്ചാങ്കല്ലിൽ നിന്നും പുളിക്കക്കടവ് പാലം വഴി മുല്ലശ്ശേരി, തൃശ്ശൂരിലേക്ക് ആളുകൾ എളുപ്പമാർഗത്തിൽ താരതമ്യേന തിരക്ക് കുറഞ്ഞ് യാത്ര ചെയ്യുന്ന ആ യാത്ര ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഞ്ചാങ്കല്ലിൽ കാന നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ആഴ്ച കാലമായി അവിടെ കുഴിയെടുത്ത് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കേവലം 2 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ഒരു പണിയാണ് 2 ആഴ്ചയായിട്ടും പൂർത്തീകരിക്കാതെ നിന്ന് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ കാനയുടെ പണി അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ മണ്ണിട്ട് നികത്തി അത് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധാർഹം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാന നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രാ ക്ലേശം പരിഹരിക്കാൻ ആളുകൾക്ക് തൃശ്ശൂരിലേക്ക് എളുപ്പവഴി, പ്രത്യേകിച്ച് ഒരുമന്നൂർ, കടപ്പുറം, വാടാനപ്പള്ളി പഞ്ചായത്തുകളിലെ ആളുകൾക്ക് അമല ആശുപത്രി, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ മദർ കോളേജ്, IS ചിറ്റിലപ്പള്ളി, തൃശ്ശൂർ പുഴക്കൽപ്പാടത്തെ ശോഭാ സിറ്റി ഉൾപ്പെടെയുള്ള കളക്ട്രേറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലെത്താവുന്ന ഈ റോഡ് അടിയന്തരമായിട്ട് സഞ്ചാരയോഗ്യമാക്കാൻ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ അധികൃതരും അത് കരാർ കമ്പനിയും ആ പണി അടിയന്തരമായി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.